ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ആലൂ പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിലെന്ന് പറയാൻ കാരണം ഇതിന് നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ആട്ടപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. സാധാ വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. 2 വശവും കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പലർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഓയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. എന്നാൽ നല്ല രീതിയിൽ പൊങ്ങി വരും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, ചില സമയത്ത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടില്ലെങ്കിൽ അത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെയും അല്ലാതെയും ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്